നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊരി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു 4 മണി ചായക്കുള്ള പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പൊരി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി, മല്ലിയില അരിഞ്ഞത്, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകം വറുത്ത് പൊടിച്ചത്, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് പൊട്ടുകടല. ഇത്രയും സാധനങ്ങൾ വേണം. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഈ പൊട്ടുകടല ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ജീരകം വറുത്ത് പൊടിച്ചത്, 2 നുള്ള് ഗരം മസാലപ്പൊടി, പിന്നെ 1 നുള്ള് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പൊരിയിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊരി നല്ല ക്രിസ്പി ആയിട്ട് വരണം. പിന്നെ ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം ഈ പൊരിയിൽ. ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊരിയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയിട്ടുണ്ട്. ഇനി നോക്കാം. ഇതിങ്ങനെ കൈകൊണ്ട് അമർത്തുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊരി വറുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉള്ളി അരിഞ്ഞത്, 2 കാന്താരി മുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരി വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചായക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അത്യാവശ്യം എരിവുണ്ട്, ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇന്നത്തെ 4 മണി പലഹാരം എളുപ്പമല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് കഴിക്കുമ്പോൾ അറിയാം, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോളൂ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.